മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണെങ്കിലും അവഹേളനങ്ങളുടെ പരമ്പരയാണ് രണ്ടും കൽപ്പിച്ച പടയൊരുക്കത്തിന് CPIയെ നിർബന്ധിതമാക്കിയത്. PM ശ്രീയിൽ ദേശീയ തലത്തിലെ സമവായ നീക്കങ്ങൾക്കും വഴങ്ങാതെ CPI നിലപാട് കടുപ്പിച്ചതോടെ സമീപകാലത്ത് എങ്ങും നേരിടാത്ത കടുത്ത പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണി. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച എന്നതായിരുന്നു CPM കേന്ദ്രങ്ങൾ മുന്നോട്ട് വെച്ചതെങ്കിൽ അതിനിടയിലും ധൃതിപ്പെട്ട മന്ത്രി V ശിവൻകുട്ടിയെ MN സ്മാരകത്തിലേക്ക് അയക്കാൻ നിർബന്ധിതമാക്കിയത് മുന്നണി നേരിടുന്ന സമ്മർദ്ദം അടിവരയിടുകയാണ്. CPIക്ക് പിന്നാലെ RJDക്കും JDSനും സർക്കാർ തീരുമാനത്തിൽ വലിയ അതൃപ്തിയുണ്ട് താനും. PM ശ്രീ വിഷയത്തിൽ മുന്നണി ഇരുട്ടിലാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതെങ്കിൽ CPI ഉയർത്തിയ കലാപക്കൊടി എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ CPMും ഇരുട്ടിലാണ് എന്നതാണ് നിലവിലത്തെ സ്ഥിതി. ഇതിനിടയിൽ മന്ത്രിസഭയിൽ നിന്നും പിന്മാറുന്നതിനുള്ള സന്നദ്ധ CPI സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പ്രതീകാത്മകമായി പോലും മന്ത്രിമാർ ക്യാബിനറ്റിൽ നിന്നും പിന്മാറിയാൽ മുന്നണിക്ക് കനത്ത രാഷ്ട്രീയ പ്രഹരമാണ്. തിരഞ്ഞെടുപ്പ് അസന്നമായ സാഹചര്യത്തിൽ വിശേഷിച്ചും അതങ്ങനെ തന്നെ. ഇതിനു മുൻപ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ചാണ്ടിയെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കണമെന്ന വിഷയത്തിലാണ് പ്രതിഷേധ സൂചകമായി CPI മന്ത്രിമാർ ക്യാബിനറ്റിൽ നിന്നും വിട്ടുനിന്നത്. E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, P തിലോത്തമൻ, K രാജു എന്നിവരാണ് അന്ന് വിട്ടുനിന്നവർ. തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയും ചെയ്തു. മുന്നണിയെ സംബന്ധിച്ച് ഒരു സുപ്രധാനമായ മന്ത്രിസഭയുടെ കൂട്ട് ഉത്തരവാദിത്തത്തിൽ തന്നെ ചോദ്യവും സംശയവും ഉയർത്തി CPI രംഗത്തെത്തിയത് ഗുരുതര സാഹചര്യമാണ് വിലയിരുത്തപ്പെട്ടത്. മന്ത്രിസഭയിലെ ഒരംഗത്തെ സമീപത്തിരുത്തി എന്ത് കൂട്ട ഉത്തരവാദിത്തം എന്ന് ചോദിച്ച CPI സംസ്ഥാന സെക്രട്ടറി മുന്നണിയുടെ മസ്തിഷ്കത്തിൽ തന്നെ ആഞ്ഞടിച്ചു എന്നതാണ് ഫലത്തിൽ സംഭവിച്ചത്. രൂക്ഷമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാലത്ത് മുന്നണിയുടെ കൂട്ട ഉത്തരവാദിത്തത്തെ തള്ളിപ്പറയാൻ CPI തയ്യാറായിട്ടില്ല. ഇടതു പാർട്ടി എന്ന രാഷ്ട്രീയ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യും വിധം നിലപാടുകൾ മുഖവലിക്കെടുക്കാതെ CPM സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ സമീപനങ്ങളിൽ CPI അസ്വസ്ഥമാണ്. സീറ്റ് വിഭജനത്തിലും രാഷ്ട്രീയ വിഷയങ്ങളിലെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും നയപരമായ വിഷയത്തിൽ CPI ഇത്രത്തോളം അപമാനിക്കപ്പെട്ട സാഹചര്യം ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് പ്രതിപക്ഷ ലൈനിലേക്ക് ചുവടുമാറിയതിന് സമാനം കടുത്ത വാക്കുകളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ CPIയെ നിർബന്ധിതമാക്കിയത്. ഉചിതമായ തീരുമാനം 27 ഉണ്ടാകും എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞ വാക്ക്. കടുപ്പിച്ച ഭാഷയിൽ തന്നെ ആയിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴും സർക്കാരിനുള്ള നീരസം പ്രകടമാക്കിയിരുന്നു. എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, അതായിരുന്നു 27-ന് എല്ലാം ശരിയാക്കുമെന്ന്. അതായത് ഒരു നിർണായക തീരുമാനം എടുക്കും എന്നായിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ CPMന്റെ കാൽക്കൽ തുടരണോ അതോ മുന്നണി വിടണോ എന്ന തീരുമാനമാണോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. സർക്കാരിന്റെ തീരുമാനത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയത് CPIയുമായി ചർച്ചകളൊന്നും ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDFന്റെ ചരിത്രവും അതിൽ CPIയുടെ പ്രാധാന്യവും എടുത്തു പറഞ്ഞാണ് ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം തുടങ്ങിയത്. PM ശ്രീയെ കുറിച്ച് CPI ഇരുട്ടിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിലെന്തോ കാര്യമുണ്ട് എന്ന് വ്യക്തമായി ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത്. അതായത് ഇതിനുള്ളിൽ BJP CPM അന്തർധാര ബന്ധമുണ്ടെന്ന് ബിനോയ് വിശ്വം പറയാതെ പറഞ്ഞു. LDF സർക്കാർ അങ്ങേയറ്റത്തെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉടമ്പടിയിൽ പങ്കാളിയാകുമ്പോൾ അതിലെന്താണ് അറിയാനുള്ള അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വം പറയുകയായിരുന്നു. അതറിയാനും അറിയിക്കാനുള്ള വേദിയാണ് LDFും അതിന്റെ സമിതികളുമെന്നും അവിടെയൊന്നും ഇതേപ്പറ്റി ചർച്ച ഉണ്ടായില്ലെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തിയിരുന്നു. ഘടക പാർട്ടികളെ എല്ലാം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരുട്ടിലാക്കിയല്ല LDF മുന്നോട്ട് പോകേണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചതാണ്. 5 കൊല്ലമോ 10 കൊല്ലമോ ഭരിക്കാനുള്ള ഭരണത്തിന്റെ മാത്രം ഉപാധിയല്ല LDFനെ CPI കാണുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ നീരസം വ്യക്തമാക്കിയത്.